അടുത്തതായി പുഷ് ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ നടക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് പുഷ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ടിങ് എലമെൻറ്റ്സ് ഇൻ ടു എ സ്റ്റാക്ക്. ഒരു സ്റ്റാക്കിലേക്ക് എലമെൻസിനെ എങ്ങനെ ചേർക്കണം. ഇവിടെ നമുക്ക് ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്കാണ്, ഇതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ TOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് പൊസിഷനിൽ ഒന്നുമില്ല, എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്കിവിടെ ന്യൂ ഐറ്റം 25, ഇവിടെ നമുക്ക് ന്യൂ ഐറ്റമായിട്ട് ഒന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ന്യൂ ഐറ്റത്തിൽ 25 കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ സ്റ്റാക്കിൽ ഏറ്റവും ആദ്യത്തെ ലൊക്കേഷനായ 0, ആ 0യിൽ 25 എന്നുള്ള വാല്യൂ കയറുന്നു. ഇവിടെ നമുക്ക് ഒന്നുമില്ല, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ -1 പൊസിഷനാണ് നമ്മളിവിടെ ഇരിക്കണത്, ഒന്നുമില്ല, എംപ്റ്റി സ്റ്റാക്ക്. പക്ഷേ ഇവിടെ എന്തുണ്ടാവണോ, 25 നമുക്കിവിടെയാണ് ലാസ്റ്റിലാണ് ഈ ഇൻഡെക്സ് കിടക്കണത്. അപ്പോൾ ആ ലാസ്റ്റ്, അതായത് നമ്മുടെ ഈ സ്റ്റാക്കിലെ ഫസ്റ്റ് പൊസിഷൻ, അവിടെയാണ് ഈ 25നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതെന്താണ്, 0 എന്ന ഇൻഡെക്സ് ആയിരിക്കും. ഇനി അപ്പോൾ നമ്മുടെ ടോപ്പ് പൊസിഷൻ 0 ആയി മാറി. നെക്സ്റ്റ് അടുത്ത ഐറ്റം 34നെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 34നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണു, ഇവിടെ നമുക്ക് 0 ഇൻഡെക്സിലാണ് നമ്മൾ ഇരിക്കണത്. അത് കഴിഞ്ഞ് തൊട്ട് മേലെയുള്ള ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് 1 എന്ന ഇൻഡെക്സിലേക്ക് ഈ 34നെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 34ൻ്റെ മേലെ പുതിയ ഐറ്റം 18, അപ്പോൾ ടോപ്പ് പൊസിഷൻ നമ്പർ 2ൽ 18 ഇൻസേർട്ട് ആകുന്നു. അത് കഴിഞ്ഞ് പുതിയ ഐറ്റമായിട്ട് 56നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഈ 56നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ടോപ്പ് പൊസിഷൻ ആയിട്ടുള്ള 3. അപ്പോൾ ഈ ടോപ്പ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് കയറി വരുന്നു. എന്താണ് അതിൻ്റെ കാരണം ഈ പറഞ്ഞ സ്റ്റാക്കിലേക്ക് നമ്മൾ എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്ക് ആയിരുന്നു, അതിൽ ടോപ്പ് പൊസിഷൻ നമുക്ക് എംപ്റ്റി ആണ്, -1ലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം പുതിയ ഐറ്റം 25നെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 0 ഇൻഡെക്സിൽ നമുക്ക് വാല്യൂ വന്നു. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളിവിടെ പുതിയ ഐറ്റം ആയിട്ടുള്ള 34നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് 0 ഇൻഡെക്സ് ഓൾറെഡി ഫിൽഡ് ആണ്. അത് കഴിഞ്ഞ് 1 എന്ന ഇൻഡെക്സിൽ വന്ന് 34 നമുക്കിവിടെ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സെക്കൻഡ് നമുക്ക് ഇവിടെ ടോപ്പ് പൊസിഷൻ നമ്പർ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇൻഡെക്സിൽ വന്നിട്ട് നമുക്കിവിടെ വാല്യൂ 18 എന്നുള്ളതാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിവിടെ തേർഡ് ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാല്യൂ 56 എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വേറെ വാല്യൂസ് വന്നാൽ അതനുസരിച്ച് ഇതിലേക്ക് ഇങ്ങനെ കയറി പോവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് പുഷ് ഓപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വാല്യൂ കയറി പോകുമ്പോൾ എത്രയാണോ നമ്മുടെ സ്റ്റാക്കിൻ്റെ കപ്പാസിറ്റി, എത്ര സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊള്ളും, അത്ര സാധനങ്ങൾ കൊള്ളുന്നവരെ മാത്രമേ നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ അൽഗോരിതമാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണത്. എന്താണ് ഈ അൽഗോരിതം എന്ന് പറയുന്ന സാധനം? നമുക്ക് ഏതൊരു പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തെ ഏത് രീതിയിലൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നു, അതിനെയാണ് അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ അൽഗോരിതങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ആ അൽഗോരിതത്തിലൂടെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സംഭവം പ്രോബ്ലം സ്റ്റോർ ചെയ്യാനും അത് അനുസരിച്ച് അത് സോൾവ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ആ അൽഗോരിതം നല്ലതായിരിക്കും. അപ്പോൾ സ്റ്റെപ്പുകളുടെ എണ്ണത്തിന് അവിടെ പ്രാധാന്യമില്ല, പക്ഷേ ആ സ്റ്റെപ്പുകൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കണേ. ഇവിടെ അൽഗോരിതത്തിൽ if TOS less than n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് ഒരു എറിയ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ 10 എലമെൻറ്റ്സ് വരെ കൊള്ളും അതിനകത്തെങ്കിൽ നമുക്ക് 10 എലമെൻറ്റ്സ് വരെ മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ n എന്ന് പറയുന്നത് 10 ആയിട്ട് മാറുകയാണ്. അപ്പോൾ if TOS, അതായത് ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് n-നേക്കാൾ ചെറുതാണെങ്കിൽ TOS ഈക്വൽ ടു TOS + 1, അതായത് ആദ്യത്തെ ഇൻഡെക്സിലെ വാല്യൂ നമുക്കപ്പോൾ സ്റ്റോർ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ വരുമ്പോൾ എന്തുണ്ടാവണു, അടുത്ത പൊസിഷനിലേക്ക് പോകുന്നു. അതായത് TOS + 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ TOS ഇവിടെ 0 ആണ്. ഈ 0യിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുമ്പോൾ +1, അതായത് 1 എന്നുള്ള ഇൻഡെക്സിലാണ് ഈ 34 സ്റ്റോർ ചെയ്യണത്. സ്റ്റാക്ക് TOS ഈക്വൽ ടു വാൽ എന്ന് പറഞ്ഞാൽ
സ്റ്റാക്കിൽ ഈ പറഞ്ഞ 1 എന്ന പൊസിഷൻ അല്ലെങ്കിൽ 1 എന്ന ഇൻഡെക്സിലേക്ക് പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ആ വാല്യൂ നമ്മൾ എടുക്കുന്നത്. എൽസ് പ്രിന്റ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഇപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4, 5, 6, 7 ഈ 7 വരെയുള്ള ഇൻഡെക്സിലേക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ആ 7 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ സ്റ്റോറേജ് ഇല്ല, സ്ഥലമില്ല. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് എന്താ പ്രിൻ്റ് ആവുക? ഓവർഫ്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു അവിടെ ഹൗസ്ഫുള്ളാണ്, ഇരിക്കാൻ നമുക്ക് സ്ഥലമില്ല എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ 7 എന്ന ഇൻഡെക്സ് വരെ ഇതിൽ കൊള്ളുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓവർഫ്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഇഫ്. നമ്മളിവിടെ കഴിഞ്ഞു, നമ്മുടെ കണ്ടീഷൻ അവസാനിച്ചു. അപ്പോൾ ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടത്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അവിടെ അതിന് കപ്പാസിറ്റി ഉണ്ടോ, എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാക്കിൽ എത്രത്തോളം എലമെൻസിനെ കൊള്ളും. ആ അത്ര എലമെൻറ്റ്സ് വരെ കൊള്ളും എന്നറിഞ്ഞാൽ അതുവരെ മാത്രമേ സ്റ്റോറേജ് നമുക്കുള്ളൂ. അതിലും മേലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓവർഫ്ലോ, അതായത് പിന്നെ നമുക്ക് സ്റ്റോറേജ് ഇല്ല, അവിടെ ഒരു തരി മെമ്മറി പോലും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ ഓവർഫ്ലോ ആയിട്ട് അത് മാറുന്നു.